ഈ വിഷയത്തിൽ താങ്കൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ സ്റ്റാഫിൻ്റെ കുറവ്, അതുപോലെ തന്നെ ഡെയിലി വേജസുകാരാണ്, ഇതെല്ലാം പൊതുവായ അതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് 10-ാം നമ്പർ ബ്ലോക്കാണ്, അതീവ സുരക്ഷയുള്ള പ്രദേശമാണ്. ആ പ്രദേശം ഈ ജയിലിനകത്ത് തന്നെ ഉദ്യോഗസ്ഥർക്ക് ആ നിലയിൽ തന്നെ നോക്കാവുന്നു. കാരണം അതിനകത്ത് ഒരുപാട് തടവുകാരില്ല. മാത്രമല്ല അതിന് പ്രത്യേക പരിഗണനയോടുകൂടി സുരക്ഷാ പരിശോധനകൾ നടത്തുന്നതിന് എന്താണ് തടസ്സം എന്നൊരു പ്രശ്നം സ്വാഭാവികമായ ആളുകൾ ചിന്തിക്കില്ലേ? മാത്രവുമല്ല ഇന്നലെ രാത്രി തന്നെ നോക്കൂ, രാത്രി 1 മണിക്ക് ശേഷം ഇയാൾ ഈ പ്രവർത്തനങ്ങൾ ആകെ ആരംഭിച്ചു എന്ന് പറഞ്ഞു. നേരത്തെ മുൻ ജയിൽ DGP പറഞ്ഞ രാത്രിയിൽ ഇത്ര മണിക്കൂർ റോന്ത് ചുറ്റുക അല്ലെങ്കിൽ പട്രോളിംഗ് ഉണ്ട്, പരിശോധന എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്തൊന്നും അപ്പോൾ ഈ രാത്രി മുഴുവൻ ഇവരുടെ ഒന്നും കണ്ണിൽ ഇത് പെട്ടില്ല എന്നൊരു പ്രശ്നം ആ ജയിലധികൃതരുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ശക്തമായി നിൽക്കുകയല്ലേ? രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങൾ നല്ല പങ്ക് വഹിച്ചപ്പോഴും യഥാർത്ഥത്തിൽ വിമർശനപരമായി താങ്കൾ നേരത്തെ പറഞ്ഞെങ്കിലും 1-2 കാര്യങ്ങൾ ചോദിക്കും. ഒരു മാധ്യമം ചാർലി തോമസ് എന്നാണ് ഈ ഗോവിന്ദച്ചാമിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വലിയ വിമർശനപരമായി സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ജനം TV മറ്റുമാണ് അങ്ങനെ കൊടുത്തത്. അതിൽ കാരണം ഇത് പറഞ്ഞത് കള്ളപ്പേരാണ്. സൗമ്യ കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞ കള്ളപ്പേരാണ് എന്നൊരു പ്രശ്നമുണ്ട്. ഞാനത് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇന്ന് പോലീസ് ഇറക്കിയിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസിൽ പോലും പറയുന്നത് ഗോവിന്ദസ്വാമി ക്രൈം നമ്പർ 46 എന്നാണ്. സുപ്രീം കോടതി വരെ പോയ ഒരു കേസിൽ ഇങ്ങനെ പേര് പറയുമ്പോൾ ഈ രൂപത്തിലേക്ക് നടത്തുന്ന ഒരു സമീപനം, പോലീസിന് വീഴ്ച സംഭവിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്ന നിലയിലൊക്കെ ആ സമയത്ത് ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പോലീസിലേക്ക് ഇതാകെ ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾ പൊതുവിൽ നല്ല സമീപനം സ്വീകരിച്ചപ്പോഴും അതിനിടയിലും ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ വളഞ്ഞ വഴിയിൽ ചിന്തിച്ചവരുണ്ടോ? അതുപോലെ തന്നെ ഇന്നലെ രാത്രി ആ ജയിലിനകത്തെ സുരക്ഷയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതര വീഴ്ച നമുക്കത് അതുകൊണ്ടാണല്ലോ ഒരു കൊടുങ്കുറ്റവാളി ജയിലിൽ ചാടിയത്. ശ്രീ P. ജയരാജൻ. തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. കാരണം ശരത്ത് ഇവിടെ പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ശരത്ത് പറഞ്ഞത്. കാരണം ഈ കാലേക്കുട്ടി ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ആസൂത്രണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിലിൻ്റെ അഴികൾ മുറിച്ചത്. ആ മുറിക്കുന്നതിന് വേണ്ടി എക്സോ ബ്ലേഡ് എങ്ങനെ കിട്ടി, അതുപോലെ തന്നെ അതിനകത്ത് ഉപ്പ് വെച്ചുകൊണ്ട് ദ്രവിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ താഴെ മുറിച്ച് ദ്രവിപ്പിച്ച് കഴിഞ്ഞാൽ അത് മേലെയുള്ള അഴിയടക്കം അദ്ദേഹത്തിന് ഇളക്കി മാറ്റാൻ പറ്റും. ഇത്തരമൊരു സൗകര്യം ഒരു ദിവസം കൊണ്ടുണ്ടാക്കുന്നതല്ലോ. ഈ 1.5 കയ്യേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിന് 2 കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ജോലിയാണ് ചെയ്തത്, കൃത്യമാണ് ചെയ്തത് എന്നൊക്കെ പറയുന്ന നേരത്ത് 1.5 കൈയുള്ള ഗോവിന്ദച്ചാമിക്ക് വളരെ അസാധാരണമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവുണ്ടല്ലോ. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അങ്ങനെ അയാൾ 1:15 അതായത് പുലർച്ചെ 1:15 ഈ സെല്ലെന്ന് പറയുന്നത് അതിനകത്ത് 2 പേര് മാത്രമേ ഉള്ളൂ. 2 ജീവപര്യന്തം തടവുകാരാണ് B ബ്ലോക്കിലുള്ളത്. ആ B ബ്ലോക്കിൽ നിന്ന് 2 പേർ കിടന്നിരുന്ന ആ മുറിയിൽ നിന്ന് ഈ അഴി മുറിച്ചിട്ട് പുറത്ത് കിടക്കുന്നു 1:15. അദ്ദേഹം പല വഴിക്കും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം 6:15-6:30 ഈ ജയിൽ വലിയ മതിലുണ്ടല്ലോ, പുറത്തുള്ള മതിൽ ചാടുന്നത് 6:30 മണിക്ക് മാത്രമാണ്. അപ്പോൾ 1:15 മുതൽ ഈ 6:30 മണി വരെ ഈ ഗോവിന്ദച്ചാമി ജയിലിനകത്ത് മറ്റ് ഈ പാറാവ് നിൽക്കുന്ന ഗാർഡുമാരുണ്ട്, പാറാവ് നിൽക്കുന്ന ജയിൽ വാർഡന്മാരുണ്ട്, അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇത്രയും സമയം ആ ജയിലിനകത്ത് നിന്നു. എന്നിട്ട് 6:30 മണിക്കാണ് ഈ പറയുന്ന അദ്ദേഹം അതിനുവേണ്ടി തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടാവും. കാരണം ചില മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ജയിൽ വേഷമായിരുന്നോ, എങ്ങനെയാണ് അദ്ദേഹത്തിന് പാൻസ് കിട്ടിയത്? സ്വാഭാവികമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം കയറ് കെട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇതിനെല്ലാമുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സമയം അവിടെ പാറാവ് നിന്നിട്ടുള്ള ജയിൽ വാർഡന്മാർക്ക് ഇതൊന്നും പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ആ വീഴ്ച പറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്നതാണ് എനിക്കുള്ള അഭിപ്രായം. ശരത്ത് പറഞ്ഞിട്ടുള്ള മറ്റേ വിഷയം, മാധ്യമങ്ങൾ വളരെ സംവിധിതമായിട്ട് താല്പര്യത്തോടു കൂടി ഗവൺമെൻറ്റിന് അടിക്കാനുള്ളൊരു വടിയാണിത് എന്ന നിലക്ക് കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കാതെ, സമഗ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ മാധ്യമങ്ങൾ ആ തരത്തിലുള്ള
വാർത്തകൾ ടെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതേസമയം ശരത്ത് പറഞ്ഞ പോലെ ക്രിയാത്മകമായിട്ട്, അതായത് ജനങ്ങളെ പിന്നെ ഒരു ബോധവാന്മാരാക്കാൻ, ജാഗ്രതപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ നല്ല നിലയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ആ ഗോവിന്ദച്ചാമി അതിവേഗം പിടികൂടാനായത്. അതേസമയം രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തോടു കൂടി കേരളത്തിലെ ഗവൺമെൻറ് അടിക്കാനുള്ള വടിയാണ്, LDFൻ്റെ കൊള്ളരുതായ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ UDFൻ്റെ കാലത്തും LDFൻ്റെ കാലത്തുമൊക്കെ ഇത്തരത്തിലെ കൃത്യങ്ങൾ ചില തടവുകാർ നടത്തിയിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്, ചിലരെ പിടിച്ചിട്ടുണ്ട്, ചിലരെ പിടിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് സമഗ്രമായിട്ട് അതിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്. റൈറ്റ്.